ജീവിതമാകുമ്പോൾ എപ്പോഴും സന്തോഷം മാത്രം ഉണ്ടാവണമെന്നില്ലല്ലോ. ഇടയ്ക്ക് ഒരുപാട് വിഷമങ്ങളും ഉണ്ടാവും. എന്ന് വെച്ചാൽ നമുക്കത് ഫേസ് ചെയ്യാതിരിക്കാനും പറ്റില്ല. 6 മാസത്തോളം നാട്ടിൽ നിന്നിട്ട് ഞങ്ങൾ തിരിച്ച് ഒമാനിലേക്ക് വന്നേ. ഈ 6 മാസം എന്ന് പറയുന്നത് ഭയങ്കര ഒരു പീസ്ഫുൾ ലൈഫ് തന്നെയായിരുന്നു കേട്ടോ. അയച്ചുകുട്ടി അംഗൻവാടിയിലൊക്കെ പോയി തുടങ്ങി, ഒരുപാട് ഫ്രണ്ട്സിനെയൊക്കെ കിട്ടി, 1-2 പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ഒരു ടെൻഷനോ സ്റ്റേജ് ഫിയറും ഇല്ലാതെ അവൾ അടിപൊളിയായിട്ട് പ്രസൻറ്റ് ചെയ്തു, നിർത്തിയതിനൊക്കെ പ്രൈസും വാങ്ങിച്ചു. ഈ ഈവിൽ ആയിലൊക്കെ വിശ്വാസം ഇല്ലെങ്കിലും നമ്മൾ വിശ്വസിച്ച് പോകുന്ന ചില സിറ്റുവേഷൻസ് ഉണ്ടാവും നമ്മുടെ ലൈഫിൽ. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഞങ്ങളുടെ ലൈഫിലും ഉണ്ടായി. ഒമാനിലേക്ക് തിരിച്ചു വന്ന് 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും അയച്ചുകുട്ടിക്ക് നല്ല പനിയായി. മരുന്നൊക്കെ കൊടുത്ത് കുറച്ച് കുറഞ്ഞതായിരുന്നു. രാത്രി ആയപ്പോഴത്തേക്കും നല്ല പനിയായി. അങ്ങനെ ഞങ്ങൾ മരുന്ന് കൊടുത്തു. അവളത് വോമിറ്റ് ചെയ്ത് കളഞ്ഞു. അതൊക്കെ കഴിഞ്ഞ് വീണ്ടും മരുന്ന് കൊടുക്കാൻ ട്രൈ ചെയ്തു. കൊച്ചല്ലേ, അപ്പം എന്തായാലും കുടിക്കാൻ ഭയങ്കര മടിയായിരിക്കും. കുടിക്കാൻ മടിയുള്ളത് കൊണ്ട് തന്നെ അവൾ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും കുറച്ച് ഡിലേ ആയി. അങ്ങനെ നെറ്റിയിലൊക്കെ നനച്ചിട്ട് കിടത്തിയതായിരുന്നു. ഒരു 2 സെക്കൻഡ് കഴിഞ്ഞപ്പോഴത്തേക്കും ആൾ ഫിക്സ് പോലെ കാണിക്കാൻ തുടങ്ങി. നന്നായിട്ട് ഷിവർ ചെയ്യുന്നുണ്ടായിരുന്നു. ആക്ച്വലി ഞങ്ങളുടെ ലൈഫിൽ ഇത്രയും പാനിക്കായിട്ടുള്ളൊരു സിറ്റുവേഷൻ വേറെ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം. ഞങ്ങൾ അത്രയ്ക്ക് പേടിച്ചിട്ടുണ്ടായിരുന്നു. ഒരു 4 സെക്കൻഡൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ആൾ ഓക്കെ ആയി. പിന്നെ വിളിച്ചപ്പോൾ റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങി. ഇനി ഒന്നും നോക്കിയില്ല, പെട്ടെന്ന് റെഡിയായി അവളെയും കൊണ്ട് ഹോസ്പിറ്റലിലോട്ട് പോയി. അവിടെ എത്തി പെട്ടെന്ന് തന്നെ എമർജൻസിയിലോട്ട് കൊണ്ടുപോയി മരുന്നൊക്കെ കൊടുത്തു, നെബുലൈസേഷനൊക്കെ ചെയ്തു. നല്ല വാശിയായിരുന്നു ഞാൻ തന്നെ കൂടെ വേണമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ഉറക്കമായി. പക്ഷെ പനി മാറുന്നുണ്ടായിരുന്നില്ല. ഒരു 4 hours ഒക്കെ കഴിയുമ്പോഴത്തേക്കും വീണ്ടും പനി വരുന്നുണ്ടായിരുന്നു. 1 day ഇവിടെ അഡ്മിറ്റ് ആയിരുന്നു. ആക്ച്വലി ഇത് പനി കൂടിയത് കൊണ്ട് വന്നതാണ്. ഇതിൽ ഞങ്ങൾ ചെയ്തൊരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ, കൂടുകയാണെങ്കിൽ ഇളം ചൂടുവെള്ളം വെച്ച് മേല് നന്നായിട്ട് തുടച്ചു കൊടുക്കണമായിരുന്നു. ആക്ച്വലി ഇവിടുത്തെ ക്ലൈമറ്റ് നല്ല തണുപ്പായതുകൊണ്ട് അവർക്ക് തണുക്കുമോ എന്നുള്ളൊരു പേടി കാരണമാണ് കുറച്ച് ഡിലേ ആയത്. അതായിരുന്നു ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായ വലിയൊരു മിസ്റ്റേക്ക്. അപ്പം നിങ്ങൾ ഇതുപോലെ ചെയ്യാതിരിക്കുക. ഇതൊരു അവയർനെസ് ആയിട്ട് കണക്കാക്കുക. പനി കൂടുകയാണെങ്കിൽ എന്തായാലും ഒരു ലുക്ക് വാം വാട്ടർ വെച്ച് തുടച്ചു കൊടുക്കാതിരിക്കരുത്.